തിരുവേഗപ്പുറ ചെമ്പ്രയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 3 പേർക്ക് പരിക്ക്. തിരുവേഗപ്പുറ ചെമ്പ്ര ഭജനമടയിലുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെയും മറ്റ് 2 പേരെയും ഉടൻ തന്നെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത്. നാടപറമ്പിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബുള്ളറ്റ് ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ ആദ്യം ബുള്ളറ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബുള്ളറ്റ് റോഡരികിലെ ചെറിയ ചാലിലേക്ക് തെറിച്ചു വീണു. തുടർന്ന് നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങിയ കാർ സമീപത്തെ മതിലിലും ആ സമയം റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയും ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഭയങ്കര സൗണ്ട് കേട്ടു ചായ കുടിക്കാത്ത ഓടി വന്ന് നോക്കുമ്പോ ഈ കാറ് ഇവിടുന്ന് അങ്ങനെ ബേക്കോട്ട് വന്ന് നിൽക്കുന്ന ഒരു രംഗം കണ്ടത്. മനസ്സിലായില്ല. അവിടുന്ന് പെട്ടെന്ന് നോക്കുമ്പോ ഇവിടെ ഒരു ബംഗാളി ഒരാൾ വീണ് കിടക്കുന്നുണ്ട്. അതിനെല്ലാവരും ഓക്സിജൻ ലഞ്ച് കൊടുത്തിട്ട് ഓക്സിജൻ കൊടുക്കുമ്പോൾ അപ്പുറത്ത് 2 ആള് കിടക്കുന്നുണ്ട്. അവരെ എന്ത് ചോദിച്ചാൽ അവരെടുത്തിട്ട് പിന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഒക്കെ ലെവലാക്കി എടുക്കുന്നുണ്ട്. വണ്ടികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെളുത്തുകാരൊരാൾ വന്ന് അങ്ങനെ വണ്ടി വിളിച്ചു. അങ്ങനെ അവരെ 2 ആളെയും പിന്നെ ഓട്ടോറിക്ഷ കയറ്റി ഇയാളെ കാറിലും കൊണ്ടേ കയറ്റി. ബംഗാളിക്ക് നല്ല പരിക്കാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതല്ല, വണ്ടിയുടെ ഇടിയുടെ ആഘാതം കൊണ്ടാണ് വണ്ടി തിരിഞ്ഞിട്ട് ബാക്കോട്ട് പോയതാണ്. ചില വണ്ടി അങ്ങോട്ട് പോണ വണ്ടി വടക്കോട്ട് പോകുന്ന വണ്ടി തെക്കോട്ടായി മാറി. മതിലെന്ന് പറഞ്ഞാൽ കാറ് തിരിഞ്ഞിട്ട് മതിലിടിഞ്ഞാണ് തോന്നുന്നത്. അത് ബംഗാളിനെയും കാറും കൂടി കാറ് തിരിഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൊണ്ട് കാറ് തിരിഞ്ഞാണ് തോന്നുന്നത്. ബുള്ളറ്റിൽ എത്ര പേരുണ്ട്? 2 പേര്. അവർക്ക് നല്ല പരിക്കാൻ തോന്നുന്നു. പറയുന്നതായിട്ട് നല്ല പരിക്ക്, ഇവിടെ കിടന്ന് നല്ല പരിക്കാൻ ഞാനും കാഴ്ചപ്പാട്. അപകടത്തിൽ സമീപത്തെ മതിൽ തകർന്നിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്.